മൊഡ്യൂൾ 4 ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ്. അപ്പോൾ കഴിഞ്ഞ മൊഡ്യൂൾസിലൊക്കെ നമ്മൾ പലതരത്തിലുള്ള പൊല്യൂഷൻ ആണ് നോക്കിയത്. എയർ, വാട്ടർ, സോളിഡ് വേസ്റ്റ്, ദെൻ നോയ്സ് പൊല്യൂഷൻ. അത് മാത്രമല്ല ആ പൊല്യൂഷൻ കോസ് ചെയ്യുന്ന പൊല്യൂട്ടൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കിയായിരുന്നു. ആൻഡ് ഈ മൊഡ്യൂളിനകത്ത് ഇത്തരത്തിലുള്ള പൊല്യൂട്ടൻസ് കാരണമുണ്ടാകുന്ന മേജർ ആയിട്ടുള്ള ഇമ്പാക്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ആ പൊല്യൂട്ടൻസ് ഈവൻ ഹ്യൂമനിലായാലും എൻവയോൺമെന്റ്, ആനിമൽസ്, പ്ലാന്റ്സ് ഏതിലായാലും എന്തൊക്കെ തരത്തിലുള്ള ഇമ്പാക്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആദ്യം തന്നെ ടൈപ്സും സ്കെയിലും നമുക്ക് നോക്കാം. ടൈപ്സ് ആൻഡ് സ്കെയിൽ ഓഫ് ഇമ്പാക്ട്. അപ്പോൾ ഏതൊരു ഡെവലപ്മെന്റ് പ്രോജക്ട്സിൽ നിന്ന് എറൈസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് ആണെങ്കിലും അവ 3 കാറ്റഗറിക്കകത്താണ് പെടുന്നത്: ഡയറക്റ്റ് ഇമ്പാക്ട്, ഇൻഡയറക്റ്റ് ഇമ്പാക്ട് ആൻഡ് ക്യുമുലേറ്റീവ് ഇമ്പാക്ട്. ഈ 3 തരത്തിലുള്ള ഇമ്പാക്റ്റ് വീണ്ടും പല കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡയറക്റ്റ് ഇമ്പാക്റ്റ് തന്നെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ടാവും, റാൻഡം ആൻഡ് പ്രെഡിക്റ്റബിൾ ഇമ്പാക്റ്റ് ഉണ്ടാവും, ലോക്കൽ ആൻഡ് വൈഡ് സ്പ്രെഡ്, ഷോർട്ട് ആൻഡ് ലോങ് ടേം ഇമ്പാക്ട്സ് ഉണ്ടാവും. അതേപോലെ ഓരോന്നിലും ഇത്തരത്തിലുള്ള ഇമ്പാക്ട്സ് ഉണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് ഈ 3 തരത്തിലാണ് നമ്മൾ പഠിക്കുന്നത്: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആൻഡ് ക്യുമുലേറ്റീവ്. ഇനി ഓരോന്നും നോക്കാം. ആദ്യത്തത് ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ എൻവയോൺമെന്റുമായിട്ടുള്ള ആ ഒരു ഡയറക്റ്റ് ഇന്ററാക്ഷൻ കാരണമാണ് ഈ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ഫാക്ടറി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. അതിനകത്തുനിന്ന് പുറന്തള്ളപ്പെടുന്ന എഫ്ലുവൻസ് അതൊരു റിവറിലേക്കായിരിക്കും ഒഴുക്കിവിടുന്നത്. അപ്പം ഇങ്ങനെ റിവറിലേക്ക് എഫ്ലുവൻസ് കടത്തിവിടുന്ന കാരണം എന്ത് സംഭവിക്കുന്നു? ആ റിവർ വാട്ടറിന്റെ ക്വാളിറ്റി ഡിക്ലൈൻ ചെയ്യുന്നു. ഇൻ ദ സെൻസ് ആ BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറയുന്നു, ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിക്ലൈൻ ചെയ്യുന്നു. അതല്ലെങ്കിൽ പിന്നെ ആ വാട്ടറിനകത്ത് തന്നെ ഒരുപാട് ടോക്സിൻസ് ഡെവലപ്പ് ആവുന്നു. അപ്പൊ ഇതിനെയാണ് ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ റീസൺ കാരണം എൻവയോൺമെന്റിന്റെ എന്തെങ്കിലും ഒരു എലമെന്റ് ബാധിക്കപ്പെടുക, അതിന് ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നു. ഇനി ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രോജക്റ്റിൽ നിന്ന് വരുന്ന ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അല്ല, അത് ഇൻഡയറക്ട്ലി ആയിരിക്കും എൻവയോൺമെന്റിനെ എഫക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഇമ്പാക്ട് നടക്കുന്നത്. ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റിന് വേറെയും ഒരു പേരുണ്ട്, സെക്കൻഡറി എന്ന് പറയും. അതല്ലെങ്കിൽ തേർഡ് ലെവൽ ഇമ്പാക്ട് എന്നും വിളിക്കും. ഈ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ബേൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസെൻട്രേഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം SO2 എൻവയോൺമെന്റിൽ റിലീസ് ആവും. ഈ SO2 നമ്മുടെ ലാൻഡിൽ SO4 എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ലാൻഡിൽ ഡിപ്പോസിറ്റ് ആവുന്നത്. അപ്പം ഈ SO4 തീർച്ചയായിട്ടും സോയിലിനെ വളരെയധികം അസിഡിക് ആക്കും. അപ്പൊ ഇത് ഒരു ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റിന് എക്സാമ്പിൾ എന്ന് പറയാം. കാരണം അത് റിലീസ് ചെയ്യുന്നത് SO2 എന്നുള്ള ഒരു സ്റ്റേജിലാണ്. അത് പിന്നീട് ഗ്രാജുവലി പതുക്കെ SO4 ആയിട്ട് അടിഞ്ഞ് മണ്ണിലേക്ക് ചേരുന്നതാണ്. അപ്പൊ അതിന് സെക്കൻഡറി എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയാം. അപ്പൊ സ്റ്റാക്സ് ബേൺ ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ SO2 അന്തരീക്ഷത്തിലോട്ട് റിലീസ് ചെയ്ത് എയറിനെ പൊള്യൂട്ട് ആക്കുക, അതാണ് നമ്മുടെ ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. അത് പിന്നീട് ഗ്രാജുവലി സെറ്റിലായി പിന്നെ നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഇമ്പാക്റ്റിന്റെ കേസിൽ പറഞ്ഞു, ഒരു ഇൻഡസ്ട്രി ഡയറക്ട്ലി എഫ്ലുവന്റ് റിവറിലോട്ട് കടത്തിവിടുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഇമ്പാക്ട് കോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ BOD, ഡിസോൾവ്ഡ് ഓക്സിജൻ, ഇതൊക്കെ അങ്ങ് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ടോക്സിൻസ് കൂടുക എന്നുള്ളതാണ്. അതിന്റെ ഇൻഡയറക്റ്റ് ഇമ്പാക്ട് നമുക്ക് പറയണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുന്ന കാരണം പതുക്കെ ആ ഒരു റിവറിലെ വാട്ടറിന്റെ ടെമ്പറേച്ചർ ലെവൽ വല്ലാതെ കൂടുന്നു. അത് നമുക്കൊരു ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് ക്യാൻ ബി സെക്കൻഡറി അല്ലെങ്കിൽ ഈവൻ തേർഡ് ലെവൽ ഇമ്പാക്ട്സ് കൂടെ ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലെവൽ ഓഫ് ടെമ്പറേച്ചർ റൈസ് കാരണം അക്വാട്ടിക് ഫ്ലോറ ആൻഡ് ഫോണയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇപ്പൊ ഫിഷിന്റെ കേസ് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാട്ടറിൽ ജീവിക്കാൻ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ തന്നെ അത്യാവശ്യമാണ്. അപ്പം ഈ ഒരു എഫ്ലുവന്റ് കൊണ്ടുവന്ന് റിവറിലേക്ക് ഒഴുക്കുമ്പോൾ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിട്ട് ആ വെള്ളം പൊള്യൂട്ടായി അതിന്റെ ടെമ്പറേച്ചർ ലെവല് കൂടുന്നുണ്ട്. അപ്പം ഈ റൈസ് ഇൻ ടെമ്പറേച്ചർ കാരണം എന്ത് സംഭവിക്കും? ഫിഷ് പോപ്പുലേഷന് റിഡക്ഷൻ ഉണ്ടാവുന്നു.
വീണ്ടും അതൊരു തേർഡ് ലെവൽ ഇമ്പാക്റ്റിലോട്ട് കടന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഫിഷിന്റെ റിഡക്ഷൻ ഉണ്ടാവുന്നത് കാരണം ആരാണ് കൂടുതൽ എഫക്റ്റ് ആവുന്നത്? ഫിഷർമാൻ ആണ് അല്ലെ, അവരുടെ സോഴ്സ് ഓഫ് ഇൻകം ആണത്. അപ്പൊ അതിനെ ഒരു തേർഡ് ലെവൽ ഇമ്പാക്റ്റ് എന്ന് നമുക്ക് കണക്കാക്കാം. അപ്പൊ ഇങ്ങനെയാണ് ആ ലെവൽ ഓഫ് ഇമ്പാക്റ്റ് പോകുന്നത്. മൂന്നാമത്തത് ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കാരണം എൻവയോൺമെന്റിൽ കൂടി വരുന്ന അല്ലെങ്കിൽ അതിന്റെ പുറകെ വരുന്ന ഒരുപാട് ഇമ്പാക്ട്സിനെ നമുക്ക് ക്യുമുലേറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയാം. ഓർ ഇൻ ഷോർട്ട്, ഒരു പാസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് ഫ്യൂച്ചർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണമോ അല്ലെങ്കിൽ നാച്ചുറൽ പ്രോസസ്സ് കാരണമോ കമ്പൈൻഡ് ആയിട്ട് എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് ഈ കമ്പൈൻഡ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ക്യുമുലേറ്റീവ് എൻവയോൺമെന്റൽ എഫക്ട്സ് ബിക്കോസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഫൈനലി ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് ഈ ഗ്ലോബൽ വാർമിംഗ്, അതേപോലെ ക്ലൈമറ്റ് ചേഞ്ച്, ഇവയൊക്കെ. നമ്മൾ ഈ ക്യുമുലേറ്റീവ് ഇമ്പാക്ട്സ് കാരണം എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന എഫക്ട്സ് നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട്. ഇനി ഈ സ്ലൈഡിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റോഡ് കൺസ്ട്രക്ഷൻ എടുക്കുകയെന്നിരിക്കട്ടെ. അതിന്റെ ഇമ്പാക്ട്, അതിന്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് എൻവയോൺമെന്റിന്റെ ഓരോ എലമെന്റ്സിനെയും അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ടേം സോയിൽ എടുക്കുക. സോയിൽ എടുക്കുമ്പോൾ സോയിലിനെ അത് എങ്ങനെ, ഇപ്പോൾ റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എങ്ങനെ ബാധിക്കുന്നു. അപ്പൊ നമുക്കറിയാം, റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആ മുകളിലുള്ള ടോപ്പ് സോയിൽ എല്ലാം റിമൂവ് ചെയ്യേണ്ടി വരും അല്ലെ, അതിനുശേഷം കോമ്പാക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ സോയിലിനെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അത് രണ്ടും ഡയറക്റ്റ് ഇമ്പാക്റ്റിനകത്ത് വിടുന്നതാണ്. ലോസ് ഓഫ് ടോപ്പ് സോയിലും കോമ്പാക്ഷൻ ബൈ സോയിലും. അപ്പൊ അത് രണ്ടും ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാം. ഇനി ഇതൊക്കെ ചെയ്യുന്ന കാരണം എന്ത് സംഭവിക്കും? ആ റോഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നത് കാരണം സോയിലിന് ഒരുപാട് സലിനേഷനും അതേപോലെ അസിഡിഫിക്കേഷനും ഉണ്ടാവുന്നു. സോ അത് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആയിട്ട് പറയാം. അപ്പൊ ആദ്യം എന്ത് നടക്കുന്നു? ഫസ്റ്റ് ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെ നമ്മൾ ഡയറക്റ്റ് എന്നും പിന്നീട് ഉണ്ടാകുന്ന ഇമ്പാക്റ്റിനെ നമ്മൾ സെക്കൻഡറി അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്നും പറയുന്നു. അതേ പ്രോസസ്സ് കാരണം വാട്ടറിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് നോക്കി, പൊല്യൂഷൻ ഓഫ് വാട്ടർ ടേബിൾ അല്ലെ. അപ്പം ഈ വെള്ളം ഗ്രൗണ്ട് വാട്ടറിലോട്ട് ഒരുപാട് ലൂബ്രിക്കൻസും ഡിറ്റർജൻസും ഒക്കെ കടന്നു ചെല്ലുന്ന കാരണം വാട്ടർ ടേബിൾ പൊല്യൂട്ട് ആവുന്നു. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. അതുകൂടാതെ സ്ട്രീം ഡൈവേർഷൻ, അതായത് പല സ്ട്രീംസ് ഡൈവേർട്ട് ഒക്കെ ചെയ്തിട്ടായിരിക്കും കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ എൻവയോൺമെന്റിന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാം. ഇനി ഇത് കാരണം വാട്ടറിൽ ഉണ്ടാകുന്ന ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് വാട്ടർ ഫ്ലോ ആണ്. വാട്ടറിന്റെ ആ ഒരു ഫ്ലോ പാറ്റേൺ ഒക്കെ തെറ്റുന്നു. അങ്ങനെ തെറ്റുന്ന കാരണം ഫ്ലഡിങ് ഉണ്ടാവുന്നു, ഡ്രൈയിങ് ഉണ്ടാവുന്നു. സോ ഇതൊക്കെ വാട്ടറിനെ ബാധിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്. മൂന്നാമത്തത് ഫ്ലോറ. ഡീഫോറസ്റ്റേഷനും പ്ലാന്റ്സിന് ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷനും. നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ ഡിസ്ട്രക്ട് ചെയ്യുന്നു, വെട്ടിത്തെളിക്കുന്നു. അത് ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാം. അതിന്റെ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഈ വെട്ടിത്തെളിക്കുന്ന കാരണം അവിടെ ജീവിക്കുന്ന ഒരുപാട് ഹാബിറ്റാറ്റ്സ് ഡിസപ്പിയർ ആയി പോകുന്നു. അത് ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. മാത്രമല്ല, ഇത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, വാട്ടറിന്റെ കേസിൽ പറഞ്ഞ പോലെ വാട്ടർ ഫ്ലോ പാറ്റേൺ ഒക്കെ മാറി ആ അവിടങ്ങളിലുള്ള മരങ്ങളുടെ എണ്ണം തന്നെ ഡിക്രീസ് ആയി വരുന്നു, റിഡക്ഷൻ ഉണ്ടാവുന്നു. അപ്പൊ അത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് ആണ്. ഇനി കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഹണ്ടിങ്ങും ഫിഷിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അത് ആ സ്പീഷീസിനെ തന്നെ കുറയ്ക്കുകയാണ്. അപ്പോൾ ഇത് ഫോണെ ബാധിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. അതേപോലെ ടൂറിസം ഇൻക്രീസ് ചെയ്യുക, അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഓരോ ഇമ്പാക്റ്റിനകത്തും പോസിറ്റീവ്, നെഗറ്റീവ്, ലാർജ് സ്കെയിൽ, സ്മോൾ സ്കെയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റും കാണും. ടൂറിസം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള വശത്തോടെ എടുത്താൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് തന്നെയാണ്. ഓക്കെ. ഇനി പീപ്പിൾ, ആൾക്കാരെ ബാധിക്കുന്ന ഒരു ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അവരുടെ ഫാമും ഹോമും ഒക്കെ നഷ്ടപ്പെടുക ഈ ഒരു കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വരുന്നത് കാരണം റോഡിന് വേണ്ടിയിട്ട് വഴി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം. അപ്പൊ അതൊക്കെ നഷ്ടപ്പെടുന്നതിലൂടെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇവയൊക്കെ നഷ്ടപ്പെടുന്നു. അതിനെ ഇൻഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയാം.
അതൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയാം. പക്ഷെ ഇതിനകത്തൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് ജോബ്. അതായത് ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റി വരുമ്പോൾ അവിടെ താമസിക്കുന്ന ലോക്കൽ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് ഇത് കാരണം ജോലി ഉണ്ടാവുന്നു. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇത് കാരണം അതായത് റോഡ് കൺസ്ട്രക്ഷൻ കാരണം ഉണ്ടാവുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയാം. ഓക്കെ, അതുകൂടാതെ വേറൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഇമ്പാക്ട് നോക്കിയാൽ ഇംപ്രൂവ്ഡ് ആക്സസ് ടു എമർജൻസി ഹെൽപ്പ്. അപ്പം ഹോസ്പിറ്റലിലോട്ടൊക്കെ എത്താനുള്ള വഴിയും കാര്യങ്ങളും എല്ലാം ഇതോടൊപ്പം ശരിയാവുകയാണ്. അപ്പൊ അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് പറയാം. അത് ഗ്രാജുവലി ഉണ്ടാവുന്ന കാര്യമാണ്, നോട്ട് എ സഡൻ ആയിട്ടുള്ള ഇമ്പാക്ട് അല്ല. സഡൻ ആയിരുന്നെങ്കിൽ നമുക്കതിനെ ഡയറക്റ്റ് ഇമ്പാക്ട് എന്ന് വിളിക്കാമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ ഇമ്പാക്റ്റിന്റെ ഇവാലുവേഷന്റെ സ്റ്റെപ്സ് ആണ് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ EIA-ലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം, അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ ഫൈനലി ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ എങ്ങനെ കൺഫേം ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഐഡന്റിഫൈ മേജർ ആക്ടിവിറ്റീസ് ഓഫ് ദി പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് നടത്തുകയാണെങ്കിൽ അതിന്റെ മേജർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യം ലിസ്റ്റ് ചെയ്യാം. പിന്നീട് സെലക്ട് എൻവയോൺമെന്റൽ കമ്പോണൻസ്. അപ്പോൾ അത് എയറിനെയും വാട്ടറിനെയും എക്കോസിസ്റ്റത്തെ ഒക്കെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ അതിനെപ്പറ്റി പിന്നെ സ്റ്റഡി ചെയ്യാം. സെലക്ട് ടൈപ്പ് ഓഫ് ഇമ്പാക്ട്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഇമ്പാക്ട് നോക്കി. അപ്പോൾ ഈ ഓരോ കമ്പോണൻസിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ നോക്കിയല്ലോ. അപ്പൊ എയറിനെയും വാട്ടറിനെയും എക്കോസിസ്റ്റത്തെയും ഒക്കെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നീട് അസസിങ് ദി പോസിബിലിറ്റീസ് ഓർ പ്രോബബിലിറ്റീസ് ഓഫ് ഒക്കറൻസ് ഓഫ് ഈച്ച് ഇമ്പാക്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഇനി ഉണ്ടാവുന്നത്, ആ ഒരു ഇമ്പാക്ട് എത്ര ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്നു, അതിന്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. എന്നിട്ട് ഡിറ്റർമൈൻ ദി ഡിഗ്രി ആൻഡ് ടൈം ഫ്രെയിം ഓഫ് ഇമ്പാക്ട്. എത്ര ടൈമിലേക്കാണ് ആ ഇമ്പാക്ട് നീണ്ടു നിൽക്കുന്നത്, ഏത് അളവിലായിരിക്കും ആ ഇമ്പാക്ട് ഉണ്ടാവുന്നത്, അതിനെപ്പറ്റി പഠിക്കുന്നു. ആൻഡ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ആണോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ EIA-യുടെ ഒരു എലമെന്റ് തന്നെയാണ്. പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചു. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും നോക്കുന്നത്. ഇനി നമ്മൾ ഇമ്പാക്റ്റിന്റെ സ്കെയിൽസിലോട്ട് പോവുകയാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇമ്പാക്റ്റിന്റെ സ്കെയിലിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് ഈ ഇമ്പാക്റ്റ് ഒരു ജോഗ്രാഫിക്കൽ ഇൻഫ്ലുവൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഡിവിഷൻ. അതായത് എത്ര ഏരിയയെ ബാധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്. അപ്പോൾ മാക്രോ, മീസോ ആൻഡ് മൈക്രോ സ്കെയിൽ ഇമ്പാക്ട്സ്. ആദ്യം തന്നെ മാക്രോ സ്കെയിൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സ്കെയിൽ ഓഫ് തൗസൻഡ്സ് ഓഫ് കിലോമീറ്റർ അളവിലാണ് ഈ മാക്രോ സ്കെയിൽ ഇമ്പാക്ട് ഉണ്ടാവുന്നത്. മൂന്നും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്കെയിലിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റിനെയാണ് മാക്രോ സ്കെയിൽ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രോജക്റ്റ് കാരണം ഉണ്ടാവുന്ന ഇമ്പാക്ട് എത്രയും ഏരിയയെ കവർ ചെയ്യുന്നു, ബാധിക്കുന്നു എന്നുള്ളതാണ് കണക്ക് കൂട്ടേണ്ടത്. ഇപ്പൊ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിനെ ബാധിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആണ് മാക്രോ സ്കെയിൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പം ഈ മാക്രോ സ്കെയിൽ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ്, ഓസോൺ, CFC ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അതേപോലെ മാക്രോ സ്കെയിൽ പൊല്യൂഷന്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച്, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓഷ്യൻ കറന്റ്സ് ഇതൊക്കെയാണ്. ഈ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള പ്രൈമറി എലമെന്റ്സ് എന്ന് പറയുമ്പോൾ പ്രഷർ ഉണ്ടാവാൻ, ടെമ്പറേച്ചർ, സോളാർ റേഡിയേഷൻ, ടോപ്പോഗ്രഫി ഇതൊക്കെ ആണ് പ്രൈമറി ആയിട്ടുള്ള എലമെന്റ്സ്. ഇനി രണ്ടാമത്തത് മീസോ സ്കെയിൽ ഇമ്പാക്ട് ആണ്. ഇതിനെ സെക്കൻഡറി ഓർ റീജിയണൽ ഇമ്പാക്ട്സ് എന്നും പറയുന്നു. ഇപ്പൊ മാക്രോ സ്കെയിൽ ഇമ്പാക്ട് ഞാൻ പറഞ്ഞു ഒരു കിലോമീറ്റർ, തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിലാണ് ഈ ഇമ്പാക്ട് ഉണ്ടാവുന്നതെങ്കിൽ മീസോ സ്കെയിൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ മീസോ സ്കെയിൽ പൊല്യൂട്ടൻസ് എന്ന് പറയുമ്പോൾ SPM, അതായത് സസ്പെൻഡഡ് പാർട്ടിക്കുലേറ്റ് മാറ്റർ, ടെമ്പറേച്ചർ, പിന്നെ NOx, SOx, അതുകൂടാതെ ഫോട്ടോ ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ ഫോട്ടോ കെമിക്കൽ ഓക്സിഡൻസ് ആണ്. അത് കെമിക്കൽ റിയാക്ഷൻസിന്റെ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ നൈട്രജൻ ഓക്സൈഡും അതേപോലെ ഏതെങ്കിലും ഒരു VOC, അതായത് വോളൈറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സും തമ്മിൽ ഉണ്ടാവുന്ന കെമിക്കൽ റിയാക്ഷൻ. കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ഫോട്ടോ കെമിക്കൽ ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഓസോൺ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഇതൊക്കെയാണ്. പിന്നെ പെറോക്സി അസെറ്റിൽ നൈട്രേറ്റ്, അപ്പൊ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അതായത് ഫോട്ടോ ഓക്സിഡൻസിന്റെ എക്സാമ്പിൾ.
ഇനി മീസോസ്കെയിലിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡൽഹിയിൽ ഉണ്ടാവുന്ന ഡൽഹി സ്മോഗ്, അതേപോലെ urban പ്ലേസസിൽ ഹീറ്റ് അക്യുമുലേറ്റ് ചെയ്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ മീസോസ്കെയിൽ ഇമ്പാക്ട്സ് ആണ്. മൂന്നാമത്തത് മൈക്രോ സ്കെയിൽ ഇമ്പാക്റ്റ് ആണ്. ഇതിനെ ലോക്കൽ ഇമ്പാക്ട്സ് എന്നും പറയുന്നുണ്ട്. ഇപ്പോൾ മാക്രോ സ്കെയിൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് ആയിരുന്നു, മീസോ സ്കെയിൽ ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്ററിനെ എഫക്ട് ചെയ്യുന്നതായിരുന്നു. ഇനി മൈക്രോ സ്കെയിൽ വരുമ്പോഴത്തേന് ലെസ് ദാൻ 10 കിലോമീറ്ററിനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത്. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ ചിമ്നിയിൽ നിന്ന് വരുന്ന ആ ഡിസ്പോഷൻ ഓഫ് സ്മോക്ക് ഫ്യൂംസ്, അത് ചെറിയ രീതിയിൽ വരുന്ന പുകയല്ല, വളരെ ശക്തമായിട്ട് വരുന്നത്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിലൊക്കെ നിങ്ങൾ കാണില്ലേ, അതുപോലെ. പിന്നീട് വാട്ടർ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന ഡീഗ്രഡേഷൻ, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇതിന്റെ എക്സാമ്പിൾസും NOx, SOx, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, SPM നമ്മൾ നേരത്തെ പറഞ്ഞത്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ.